എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 27-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാൻ ദൈത്യസംഘാൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈത്യൗഘേ അസുരന്മാർ, ഭുജഗമുഖാനിലേന തപ്തേ വാസുകിയുടെ മുഖങ്ങളിൽ നിന്നു വമിക്കുന്ന വിഷക്കാറ്റേറ്റ് വിഷമിച്ചപ്പോൾ, തേനൈവ ത്രിദശകുലേബി കിഞ്ചിദാർത്തേ തേന ഏവ ആ വിഷക്കാറ്റ് കൊണ്ട് തന്നെ ത്രിദശകുലേ അപി ദേവന്മാരും കിഞ്ചിത് ആർത്തേ അല്പം വിഷമിക്കുമ്പോൾ കാരുണ്യാത് തവ കില ദേവ കാരുണ്യാത് കില ദേവ ഹേ ദേവ അങ്ങയുടെ കാരുണ്യത്താൽ തന്നെ വാരിവാഹ ആ സമയത്ത് മേഘങ്ങൾ പ്രാവർഷൻ അമരഗണാൻ പ്രാവർഷൻ അമരഗണാൻ ദേവന്മാരിൽ നന്നായി മഴ പെയ്യിച്ചു. ന ദൈത്യസംഘാൻ എവിടെ പെയ്തില്ല? അസുരന്മാരിൽ മഴയൊട്ട് പെയ്തതും ഇല്ല. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? സർപ്പത്തിൻ്റെ മുഖത്തു നിന്ന് നിർഗളിച്ച വിഷം, അതായത് ഈ വാസുകിയുടെ മുഖത്തു നിന്ന് കുറേ സമയം കയറുപോലെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോൾ വിഷക്കാറ്റ് പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. ആ വിഷം കലർന്ന വായുവേറ്റ് അസുരന്മാരും ദേവസമൂഹങ്ങളും തപിക്കപ്പെടാൻ തുടങ്ങി എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തേ? കാരുണ്യസ്വരൂപനായ അങ്ങയുടെ പ്രഭാവം നിമിത്തം കാർമേഘങ്ങൾ ദേവന്മാരുടെ മുകളിൽ ജലവൃഷ്ടി ചെയ്തു. അതായത് ദേവന്മാർ നിൽക്കുന്ന ഭാഗത്ത് ഭഗവാന്റെ കാരുണ്യം മൂലം മഴ പെയ്തു. അതേസമയം അസുരന്മാരുടെ നേരെ വർഷപാതവും തണുപ്പും ഉണ്ടായതും ഇല്ല. ഹരേ കൃഷ്ണ.